പോകുന്നു. സ്നേഹമറിയ ശ്രുതിയിലൂടെ പാട്ട് മൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവ് തരണേ യേശുനാഥ. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. അപ്പമായും അരിയവീൻ തുള്ളിയായും സമർപ്പണത്തിൻ സ്നേഹരാത്രികൾ ധന്യമാക്കി നീ. അപ്പമായും അരിയവീൻ തുള്ളിയായും സമർപ്പണത്തിൻ സ്നേഹരാത്രികൾ ധന്യമാക്കി നീ. കർത്തൃമേശയിൽ ഒറ്റുകാരൻ മാത്രമാകുന്നു. കർത്തൃമേശയിൽ ഒറ്റുകാരൻ മാത്രമാകുന്നു. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. രാവിരുളിൽ കാട്ടിലലയെ കാൽകൾ നീറി എൻ കൺകൾ രണ്ടും കണ്ണുനീരാൽ കടല് പോലായി. രാവിരുളിൽ കാട്ടിലലയെ കാൽകൾ നീറി എൻ കൺകൾ രണ്ടും കണ്ണുനീരാൽ കടല് പോലായി. എളിമയോടെൻ വിളികൾ കേൾക്കാൻ കനിവ് തോന്നണേ. എളിമയോടെൻ വിളികൾ കേൾക്കാൻ കനിവ് തോന്നണേ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. സ്നേഹമറിയ ശ്രുതിയിലൂടെ പാട്ട് മൂളുന്നു. ഉയിരിനുള്ളിലൊരുണർവ് തരണേ യേശുനാഥ. നിന്നിലേക്ക് തിരിച്ചു വരുവാൻ തോന്നണേ നാഥ. പാപവഴികളിലൂടെ ഞങ്ങൾ യാത്ര പോകുന്നു. കരുണയുടെ നിർത്തണമേ നല്ലവർക്ക് വലം ഭാഗേ. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ.
ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മുതലായുസ്സും. കീർത്തനങ്ങൾ പാടും മൃഗാന്തരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാണവരെന്നോർക്കണമേ. സന്തോഷത്തിൽ അവരാന്തിക്കും കർത്താവേ നിൻ ശോണിതവും ദൈവശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. മഴ പെയ്യുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃഗരിൽ ജീവൻ ഉദിക്കുന്നു. ജീവൻ നൽകി മഹോന്നതമായുടെ നാട്ടിൽ ചേർക്കണം. ഇരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. ഞങ്ങളുടെ പാപങ്ങളും ആശീർവദിച്ച് ചെയ്യുമാറാകട്ടെ. ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മണ്ഡലത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ആകാശത്തിലും ഭൂമിയിലും സുന്ദരനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ ആശീർവദിയാകുന്നു. ജീവന്റെയും മണ്ഡലത്തിലെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര മൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമരുണരാൻ വരമരുളേണം. മൃതരെല്ലാരും പിന്നെ വിളങ്ങും വദനമരുണരാൻ വരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. മൃതരെല്ലാരും നിന്നെ വിളങ്ങും വദനമരുളരാൻ വരമരുളേണം. വന്ധ്യമിടാത്തോരവികരമോദം മൃതരെ മഹിമാവൊഴുകും മണമറയുങ്കൽ ചേർക്കണമീശോ. മൃതരെല്ലാരും മിന്നി വിളങ്ങും വദനമരുളരാൻ വരമരുളേണം. മനുഷ്യനെ ജനനാമത്തിന് സ്തുതി. അകാരണത്തിന് ഞാൻ വിളിക്കുന്നു. പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാമോചനകുണ്ടാകുന്നുവല്ലോ. ഉപദേശിയവരുടെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പുത്രനും പരിശുദ്ധാത്മാവിനെ സ്തുതി. അകാരണത്തിന് വിളിക്കുന്നു. മനുഷ്യരെ ഉയർപ്പിക്കുന്നവരെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജൈവനായകമായ ശബ്ദത്തിലാസ്വദിപ്പിച്ച കർത്താവിന്റെ ശബ്ദം അഗ്നിയുമായി 20 ദിവസത്തിൽ നിന്റെ ഈ ദാസിയെ വിളിക്കുന്നതിന് വലതു ഭാഗത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവരെ കരുണയുടെ നീതിമാനുമായ കർത്താവേ, ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര ജീവിക്കുന്നവരെ ദയാവരം പരിപാലിക്കണമേ. ഉദ്ധാനം പ്രദേശത്ത് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവനെയും മരണത്തിലെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വര കാരുണ്യവാനും വംശവചനരക്ഷകനുമായി ദൈവമേ, അഭേദ്യമായ നിന്റെ കൽപ്പനയനുസരിച്ച് മരണം വഴി ലോകത്ത് വേർപെടുത്തിയ നിന്റെ പ്രിയപ്പെട്ട ദാസിയുടെ ആത്മാവിനെ വിശുദ്ധ സംഭവത്തിൽ പ്രവേശിപ്പിക്കണമേ.
നീതിമാന്മാരെ സ്വർഗീയ മണവറിലേക്ക് നയിക്കുവാനായി വാനമേഖലയും മൗത്തത്തോടുകൂടി യാതൊരാകുമ്പോൾ കണ്ണ് കണ്ടിട്ടില്ലാത്തതും കാത് കേട്ടിട്ടില്ലാത്തതും മനുഷ്യരെ ആശ്വസിച്ചില്ലാത്തതുമായ നിത്യാനത്തിലേക്ക് ഈ ആത്മാവിനെ നീ സ്വീകരിക്കണമേ. അവിടെ നിന്റെ പരിശുദ്ധരോടുകൂടെ സന്തോഷവും നിന്നെ പാടിപ്പോഴുവാൻ വേണ്ടി നിന്റെ അനുഗ്രഹത്തിന്റെ ജലത്താൽ ഈ ആത്മാവിന്റെ കരകൾ കഴുകി വിശുദ്ധീകരിക്കണമേ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കരയാമൊരു വേള മിഴിനീരിലലിയാം തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. കരയാമൊരു വേള മിഴിനീരിലലിയാം തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. കരയുന്ന സഹജാതരേ ഉണരൂ, സുവിശേഷ ചൈതന്യമണിയാ. കരയുന്ന സഹജാതരേ ഉണരൂ, സുവിശേഷ ചൈതന്യമണിയാ. കരയാമൊരു വേള മിഴിനീരിലലിയാം തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. കേൾക്കുവാനാകാതെ ദൈവം നിദ്രയിലാണ്ടു പോകില്ല. കേൾക്കുവാനാകാതെ ദൈവം നിദ്രയിലാണ്ടു പോകില്ല. നീളുവാനാവാതെ കൈകൾ ചെറുതായി പോയതുമില്ല. നീളുവാനാവാതെ കൈകൾ ചെറുതായി പോയതുമില്ല. കരയാമൊരു വേള മിഴിനീരിലലിയാം തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. സ്വയമേവ മോചനമില്ല, ബന്ധനമാത്മാവിലല്ലോ. സ്വയമേവ മോചനമില്ല, ബന്ധനമാത്മാവിലല്ലോ. ഒരു മാർഗമേ രക്ഷ നൽകൂ, വിശ്വാസമുത്ഥിതനായവനിൽ ഒരു മാർഗമേ രക്ഷ നൽകൂ. വിശ്വാസമുത്ഥിതനായവനിൽ കരയാമൊരു വേള മിഴിനീരിലലിയാം
തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. കരയുന്ന സഹജാതരേ ഉണരൂ, സുവിശേഷ ചൈതന്യമണിയാം. കരയുന്ന സഹജാതരേ ഉണരൂ, സുവിശേഷ ചൈതന്യമണിയാം. കരയാമൊരു വേള മിഴിനീരിലലിയാം. തിരിയാം കർത്താവിൻ മനസ്സോടു ചേരാം. അത്യുന്നതങ്ങളിൽ വാഴുന്ന ദൈവമേ, ഏകദൈവമേ, നിന്നെ സ്തുതിക്കുന്നു ഞങ്ങൾ, നിൻ നാമം വാഴ്ത്തുന്നു ഞങ്ങൾ. അതിരാജ്ഞകൾ അർപ്പിക്കുവാൻ ആഗ്രഹിച്ചു. ആയിരങ്ങൾ പലവിധ സാഹചര്യങ്ങളിൽ ആയിരിക്കുകയും രാഷ്ട്രത്തിൻ്റെ കൃത്യമായി യാത്രാ തടസ്സം പ്രതലങ്ങളിൽ ഉപയോഗിക്കുന്നതിനാൽ ചേർന്നിരിക്കുന്ന നമുക്ക് വരുവാൻ ആഗ്രഹിച്ചിട്ടും വരുവാൻ പറ്റാത്ത ഓരോരോ പിടി ഈ യോഗങ്ങളോട് ചേർത്ത് വെച്ചുകൊണ്ട് എൻ്റെ പ്രിയ മാതാവ് അതേ ലോകത്ത് ജീവിച്ചിരുന്നപ്പോൾ ചെയ്തിട്ടുള്ള നന്മകൾ പരിഗണിക്കണമേ, എന്തെങ്കിലും കുറവുകൾ വന്ന് നോക്കിയിരിക്കുന്നു. ഞങ്ങൾ പ്രിയ മാതാവിനെ നടത്തുന്ന പ്രാർത്ഥനകളും യാത്രകളും പരിഗണിച്ച് ഞങ്ങളുടെ പ്രിയ സകല നീതിമാന്മാരെ കുറിച്ച് അനുഭവിക്കുന്ന ധ്യാനത്തിലേക്ക് പ്രവേശിക്കണമേ എന്ന് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഇവരെ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങളുടെ പ്രതീക്ഷ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ എന്നെ നിർത്തണമേ. നല്ലവരൊത്തു വലഭാഗേ ആരാധിച്ചു വണങ്ങുന്നു. അതുതാൻ ഞങ്ങൾക്കുത്താനം രക്ഷയുമുയരും നൽകുന്നു. ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശവും ഈ ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവനഭയം നീ നൽകണമേ മൃതനായുസ്സും. പാടും നരരുടെ പാപങ്ങൾ മായ്ക്കണമേ നിൻ കൃപയാലെ. മാമോദീസ വഴിയങ്ങേ സുതരാനവരെന്നോർക്കണമേ. അവന്റെ സന്തോഷത്തിൽ അവരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. അവശേഷിച്ചില്ല മഴ പെയ്യുമ്പോൾ വയലുകളിൽ
വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ മൃതരിൽ ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ രൂഹായേ മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തെളിവായ എന്നുടെ നാഥാ നിൻ തിരുമിഴിയെല്ലാം കാണുന്നു. നിരവധിയാമെൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. പ്രാർത്ഥിക്കാം നമുക്ക് സമാധാനം. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാദിക്ക് ഞങ്ങളുടെ പാപങ്ങൾ വായിച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, നീ ആകാശത്തിലും ഭൂമിയിലും കൃത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കൈക്കൊള്ളണമേ ഹൃദയം ഗമമാ വിശ്വാസമുടെ ദാസർ ചെയ്യും ബലിയൻ നാഥാ, മഹിതാശ്രയതൻ പരിപാവനമാ ബലികൾ പോലെ ചെയ്തൊരു നവമാ ബലിപൂർ നാഥാ, കൈകൊള്ളണമേ ഹൃദയം നവമാ വിശ്വാസമോടെ ദാസർ ചെയ്യും ബലിയൻ നാഥാ, ഞാൻ വിളിക്കുന്നു. മനുഷ്യരെ ഏൽപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിൽ സ്തുതി.
പാതാളത്തിൽ നിന്ന് നിന്നെ ഞാൻ വിളിക്കുന്നു. ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. എന്തുകൊണ്ടെന്നാൽ പാപമോചനം നിന്റെ പക്കൽ നിന്നാകുന്നുവല്ലോ. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. ഉടനെയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേലും കർത്താവിനെ കാത്തിരിക്കുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു, പരിശോധന ഏൽപ്പിക്കുന്നവനെ നിരന്തരനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ അസന്നെ ഉയർപ്പിച്ച കർത്താവേ, അശബ്ദം മഹനീയമായ നീതിവിധിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാവങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവനും നീതിമാനമായ വിധികർത്താവേ, ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, കർത്താവേ, മനുഷ്യരെ നീ കന്യാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ നീയാപൂർവം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായെ, നിന്റെ കുരിശിന്റെ അടയാളത്തോടും ദൈവദൂതന്മാരുടെ കമ്പനിയോടും കൂടെ വാനമേഘങ്ങളെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കപ്പെടുകയും മരിച്ചവർ അക്ഷയരായി കപടങ്ങളിൽ നിന്ന് ഉയർത്തുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരിൽ നിന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്ന രക്ഷകരമായ വിധി ദിവസത്തിൽ നിന്റെ തിരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാരംഭത്തിൽ തന്നെ സജ്ജമാക്കപ്പെട്ടിരിക്കുന്ന സ്വർഗരാജ്യത്തിലേക്ക് ഞങ്ങളുടെ പ്രിയ മാതാവിനെ നീ സ്വീകരിക്കണമേ. ഞങ്ങളുടെ സമൂഹങ്ങളിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ പുണ്യമാകണമേ. നന്മ നിറഞ്ഞു പറയുന്നതിനെ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അനുഗ്രഹിക്കപ്പെടാകുന്നു. അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. മരിച്ച വിശ്വാസികളുടെ ആത്മാക്കൾക്ക് തന്റെ മനോഗുണത്താലും ശിരുവനിടയാകട്ടെ. അനുതാപത്തിൻ കണ്ണീരാൽ പാദങ്ങൾ കഴുകാം ഞാൻ, അങ്ങേ പാദങ്ങൾ കഴുകാം ഞാൻ. അനന്തമാം കാരുണ്യമേകും പാലകനേശുവേ, നിൻ പാദങ്ങൾ കഴുകാം ഞാൻ.
വിളിച്ചു ആലയിലേക്കെന്നെ ചേർത്തണച്ചു. അനുതാപത്തിൻ കണ്ണീരാൽ പാദങ്ങൾ കഴുകാം ഞാൻ, അങ്ങേ പാദങ്ങൾ കഴുകാം ഞാൻ. അനന്തമാം കാരുണ്യമേകും പാലകനേശുവേ, നിൻ പാദങ്ങൾ കഴുകാം ഞാൻ. എൻ്റെ ഉള്ളിൽ മിന്നി നിൽക്കും ദീപമായവനെ, എൻ്റെ കേൾക്കാ കാതിലൂറും ഗാനമായവനെ. എൻ്റെ ഉള്ളിൽ മിന്നി നിൽക്കും ദീപമായവനേ, എൻ്റെ കേൾക്കാതിലൂറും ഗാനമായവനേ, ഗാനമായവനേ. നിന്റെ തോളിൽ തൂങ്ങിടും കുഞ്ഞാടു ഞാനല്ലേ, എന്റെ പാപം ഏറ്റുവാങ്ങും നിത്യനായകനേ, നിത്യനായകനേ. ആരിലും കനിവേകിയും അവരായി മാറിയും നീ, മനുജർതൻ മനസറയിലെ മകനായി. കരുണയുള്ള കർത്താവേ, കരയുന്നവർ നിന്നെ വിളിക്കുകയും സങ്കടപ്പെടുന്നവർ നിന്നെ ആശ്രയിക്കുകയും ചെയ്യുന്നു. നിന്റെ വാഗ്ദാനങ്ങൾ പ്രതീക്ഷയാൽ നിന്റെ ദാസിയെ ആശ്വസിപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രകീർത്തിക്കും. മഹിമയുടെ അന്തിമ വിധി നാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയുടെ നിർത്തണമേ. നല്ല വരുത്തു വലം ഭാഗേ ആകാശവും ഭൂമിയും നിന്റേതാകുന്നു. ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവൻ അഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ വരാനന്ദിക്കും. കർത്താവേ, നിൻ ശോണിതവും ദിവ്യ ശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരാം നിൻ സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ.
കേൾക്കുമ്പോൾ വയലുകളിൽ വിത്തുകൾ പൊട്ടി മുളയ്ക്കുന്നു. കാഹളനാദം കേൾക്കുമ്പോൾ ഹൃദയം ജീവനുദിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ബാവാപുത്രൻ റൂഹായി മൃതനാമെന്നിൽ കനിയേണം. ജീവൻ നൽകി മഹോന്നതമാ പ്രഭയുടെ നാട്ടിൽ ചേർക്കേണം. തിരുവഴിയെല്ലാം കാണുന്നു. നിരവധിയാമൻ പാപങ്ങൾ നിരയായി എന്നെ വിധിക്കല്ലേ. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുന്ന ദയാദിക്കും ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചുകളയുകയും ചെയ്യുമാറാകട്ടെ. മഹനീയമായ നിന്റെ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കുമാറാകട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, നീ ആകാശത്തിലും ഭൂമിയിലും വിശുദ്ധനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണമാത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. ഉന്നത നിർവനാഥരെല്ലാരും മിന്നി വിളങ്ങും വദനമൊടുണരാ പരമരുളേണം. വിധിയുടെ നാളിൽ വിജയപ്രഭയിൽ വിണ്ടലമെന്നും പൊങ്ങി മുഴങ്ങും കാഹളനാദം പൂജിതമല്ലോ. അന്തിമരാത്തോരവിതലബോധം നുകരാൻവതരെ മഹിമാവൊഴുകും മണവറയിൽ ചേർക്കണമീശോ. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. എന്റെ ശബ്ദം കേൾക്കണമേ. എന്റെ പ്രാർത്ഥന ചെവിക്കൊള്ളണമേ. പാപങ്ങളെല്ലാം ഓർത്തിരിക്കുമെങ്കിൽ ആർക്ക് രക്ഷയുണ്ടാകും? എന്തുകൊണ്ടെന്നാൽ പാപബോധത്തിന്റെ വക്രം നിന്നാകുന്നുവല്ലോ. ഞാൻ ശരണപ്പെടുന്നു. എന്റെ പ്രതീക്ഷ അവന്റെ വാഗ്ദാനത്തിലാകുന്നു. കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ കർത്താവേ നിന്നെ ഞാൻ കാത്തിരിക്കുന്നു. പുലരിയാവാൻ കാത്തിരിക്കുന്ന കാവൽക്കാരെ പോലെ ഇസ്രായേൽ കർത്താവിനെ കാത്തിരിക്കുന്നു. എന്തുകൊണ്ടെന്നാൽ അവൻ കരുണയുള്ളവനാകുന്നു. പൂർണ്ണമായ രക്ഷയും അവന്റെ പക്കലാകുന്നു. പാപങ്ങളിൽ നിന്നെല്ലാം അവൻ രക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. അഗാധത്തിൽ നിന്ന് ഞാൻ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവനെ നിന്റെ തിരുനാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. സജീവവും ജീവദായകമായ ശബ്ദത്താൽ ആസനീർദ്ദിഷ്ടമായ ശബ്ദമഹനീയമായ നീതിയുടെ ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുന്നത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പൊറുക്കുന്നവനും കരുണ നിറഞ്ഞവരും നീതിമാനുമായ ഭരണത്തിന്റെ നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. കർത്താവേ, മരിച്ചവരധികരണാപൂർവം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവം പരിപാലിക്കണം. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹിമയോട് ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ. സകലത്തിന്റെയും നാഥനും ദൈവവുമായ മിശിഹായുടെ കുരിശിന്റെ അടയാളത്തോടെ ദൈവദൂതന്മാരുടെ പ്രിയോടും കൂടെ മാനവയുടെ പ്രത്യക്ഷനാവുകയും സ്വർഗരാജ്യത്തിന്റെ വാതിലുകൾ തുറക്കുകയും മരിച്ചവർ അക്ഷരായി അവരുടെ നിലനിൽക്കുകയും ദുഷ്ടജനങ്ങൾ നീതിമാന്മാരെന്ന് വേർതിരിക്കപ്പെടുകയും ചെയ്യുന്നു. മഹനീയമായ ദിവസത്തിന്റെ തെരഞ്ഞെടുക്കപ്പെട്ടവർക്കായി ലോകാർപ്പണം സജ്ജമാക്കുന്ന സ്വർഗരാജ്യത്തിലെ ഞങ്ങളുടെ ഈ സഹോദരിയെ നീ സ്വീകരിക്കണം. ഞങ്ങളിലും നിങ്ങളുടെ സമൂഹത്തിലും നിന്റെ കൃപയും അനുഗ്രഹവും നിരന്തരം വസിക്കുമാറാകട്ടെ. ഇപ്പോഴും എപ്പോഴും എന്നേക്കും.
ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ, സങ്കടത്താൽ വാടിയിടല്ലേ. സഹനങ്ങൾ കൃപകളാക്കാൻ യേശുവിൻ്റെ ക്രൂശിൽ നൽകൂ. ദൈവത്തിൻ്റെ കുഞ്ഞല്ലേ നീ. നീണ്ട 90 വർഷത്തെ ജീവിതകാലത്തിന് ശേഷം നമ്മിൽ നിന്നും വേർതിരിഞ്ഞു പോകുന്ന മദീനാമയുടെ പൊതുസംസ്കാര ശുശ്രൂഷയുടെ ഭവനത്തിലെ കർമ്മങ്ങൾ നമ്മൾ ആരംഭിക്കുകയാണ്. കുറിച്ച് ചിന്തിക്കുമ്പോൾ നാട്ടുകാർക്ക് ഏറെ പ്രിയങ്കരിയായ ഒരു മാതാവായ ഈ അയൽപക്കത്തുള്ളവർക്കും ഈ നാട്ടുകാർക്കും ഏറ്റവും സ്നേഹത്തോടു കൂടെ അടുത്ത് ഇടപെടാൻ പറ്റുന്ന നല്ലൊരു അമ്മച്ചി നമ്മിൽ നിന്ന് ഇന്ന് യാത്രയാവുകയാണ്. പ്രത്യേകിച്ച് അമ്മച്ചിയുടെ ജീവിതത്തിൽ ദൈവം അനുവദിച്ചു നൽകിയ ഈ ജീവിതകാലം മുഴുവൻ ദൈവത്തോട് പൂർണ്ണമായി വിശ്വസ്തത പുലർത്തിക്കൊണ്ട് തൻ്റെ ജീവിതത്തെ കരുപിടിപ്പിക്കുവാൻ ഈ നല്ല മാതാവ് വലിയ ഒരു മാതൃക കാണിച്ചുകൊണ്ടാണ്
നമ്മിൽ നിന്നും അകന്നു പോവുക. അമ്മച്ചിയുടെ നിര്യാണത്തിൽ ദുഃഖാത്തരായിരിക്കുന്ന കുടുംബാംഗങ്ങൾക്കും ബന്ധുമിത്രാദികൾക്കും, പ്രത്യേകിച്ച് മക്കളായ ജോസ്, ലൂക്കാച്ചൻ, ജോണി, സ്റ്റീഫൻ, രാജു, സണ്ണി, ഷീബ, ഷാജി, ബെസി, ബെറ്റി എന്നിവർക്ക് കരികുന്നം സെന്റ് അഗസ്റ്റിൻസ് കത്തോലിക്ക പള്ളിയുടെ അനുശോചനം ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാ നാട്ടുകാരുടെയും അനുശോചനവും സ്നേഹപൂർവ്വം അറിയിക്കുകയാണ്. ഈ മാതാവ് നമ്മുടെ മുൻപിൽ തിരിതെളിച്ചു നൽകിയ നല്ല മാതൃകകൾ ജീവിതത്തെ ഉൾക്കൊണ്ടുകൊണ്ട് അവയെ മുൻപോട്ടുള്ള നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിക്കൊണ്ട് മുമ്പോട്ട് പോകുവാൻ നമുക്ക് പ്രത്യേകം പരിശ്രമിക്കാം. പ്രത്യേകിച്ച് ഈ അമ്മച്ചിയുടെ കുടുംബ ജീവിതത്തിൽ ദൈവത്തോടുള്ള വിശ്വസ്തതയുടെ ഭാഗമായി 12 മക്കളെ ദൈവം ദാനമായി ഇവരുടെ ജീവിതത്തിൽ നൽകി. 2 മക്കൾ മരിച്ചുപോയെങ്കിലും ബാക്കിയുള്ള 10 മക്കളെയും ധാരാളം വളരെയേറെ കഷ്ടപ്പാടുകൾ സഹിച്ച് പോത്തൻചേട്ടനോട് ചേർന്ന് നിന്ന് കഷ്ടപ്പാടുകൾ ഏറെ സഹിച്ച് വളർത്തി അവരെയൊക്കെ നല്ല നിലയിലാക്കി അവരുടേതായ സംവിധാനങ്ങളോടുകൂടെ നല്ല രീതിയിൽ ജീവിക്കുന്നത് കണ്ടിട്ടാണ് ഈ മാതാവ് യാത്രയാവുക. തീർച്ചയായിട്ടും ദൈവത്തോടുള്ള വിശ്വസ്തതയ്ക്ക് ഈ ലോകത്തിൽ തന്നെ ദൈവം പ്രതിഫലം നൽകും എന്നതിൻ്റെ വലിയൊരു അടയാളമാണ് ഈ 12 മക്കളെ ജീവിതത്തിൽ നൽകിയതും അവരെ നല്ല രീതിയിൽ അനുഗ്രഹിച്ച് മുമ്പോട്ട് കൊണ്ടുപോയി അവരുടെ ജീവിതത്തിൽ ആഗ്രഹിക്കുന്നതെല്ലാം ദൈവം നൽകി മുമ്പോട്ട് കൊണ്ടുപോകുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ നല്ല മാതാവ് നമ്മുടെ മുമ്പിൽ വയ്ക്കുന്ന ഈ മാതൃകകൾ ഉൾക്കൊണ്ടുകൊണ്ട് മുമ്പോട്ട് നമ്മുടെ ജീവിതത്തെ കരുപിടിപ്പിക്കാം. അതോടൊപ്പം രാജ്യ സേവനത്തിനു വേണ്ടി തന്റെ 3 മക്കളെ പറഞ്ഞു വിടുവാൻ ഈ അമ്മയ്ക്ക് സാധിച്ചു എന്നത് ഈ രാജ്യത്തോടും ഒരു പൗരൻ എന്ന നിലയിൽ നാടിനോടുമൊക്കെ ഉള്ള സ്നേഹം നമുക്ക് പകർന്ന് നൽകുന്ന കാര്യം കൂടിയാണ്. അതുകൊണ്ട് തീർച്ചയായിട്ടും നമ്മുടെ മുമ്പിൽ ഈ അമ്മ നമുക്ക് നൽകുന്ന നന്മകളെ ഓർത്ത് ദൈവത്തോട് പ്രത്യേകമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. ഈ അമ്മച്ചിയുടെ ആത്മശാന്തിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കാം. ജീവിതകാലത്ത് മാനുഷികമായ ബുദ്ധിമുട്ടുകൾ മൂലം എന്തെങ്കിലും പാപങ്ങൾ വന്നു പോയിട്ടുണ്ടെങ്കിൽ അതിനെയൊക്കെ പുറത്ത് അനുഗ്രഹിക്കും, നിത്യസമ്മാനമായ സ്വർഗരാജ്യം നൽകി അനുഗ്രഹിക്കണമേ എന്ന് ഈ സംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രത്യേകിച്ച് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കുക. നമ്മുടെ നാടിന്റെ പ്രത്യേകമായ സാഹചര്യമുള്ളതുകൊണ്ട് ഗവൺമെന്റ് നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളോട് നമ്മൾ പ്രതിബദ്ധതയുള്ളവരായിരിക്കും. അതുകൊണ്ട് അകന്നു നിന്ന് ഏകദേശം 1 മീറ്ററെങ്കിലും അകലത്തിൽ നിന്ന് മാസ്ക് ഉള്ളവർ മാസ്ക് ഉപയോഗിക്കണം. 1 മീറ്ററെങ്കിലും അകലം പാലിച്ചുകൊണ്ട് തന്നെ ഈ കർമ്മങ്ങളിൽ പങ്കെടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കും. അനുഭവിക്കുന്ന പാപികളുടെ നിത്യസങ്കേതമായ ദൈവമേ, ഞങ്ങളുടെ പാപമോചനത്തിനായി പണിതീർന്നെ ആശീർവദിക്കണമേ. ഈ ജലത്താൽ തന്നെ ഞങ്ങളെ വിശുദ്ധീകരിക്കുകയും ചെയ്യണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ചന്ദ്രത്തിരുവഞ്ചിരിപ്പ് സുഗന്ധദ്രവ്യങ്ങളുടെയും പരിമള സസ്യങ്ങളുടെയും നാഥനായ ദൈവമേ, അങ്ങയുടെ ബഹുമാനത്തിനും ഞങ്ങളെ പാപമോചനത്തിനുമായി ഈ ചന്ദനത്തിരികളിൽ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനവും പ്രത്യാശയും എപ്പോഴും എന്നേക്കും. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ, അങ്ങയുടെ രാജ്യം വരണമേ, അങ്ങയുടെ തിരുമനസ്സ് സ്വർഗ്ഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇനി ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ കൊടുക്കരുതേ, ദുഷ്ടാരൂപിയിൽ ഞങ്ങളെ രക്ഷിക്കണമേ. എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടേതാകുന്നു. ആമേൻ. കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും നിന്റെ കാരുണ്യത്തെ പുകഴ്ത്തുകയും മഹനീയമായ ത്രിത്വത്തിന്റെ നിഗൂഢമായ ശക്തിയെ സ്തുതിക്കുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും
ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. വയലിലെ പുഷ്പം പോലെ അത് വിരിയുന്നു. ചുടുകാറ്റടിക്കുമ്പോൾ വാടിപ്പോവുകയും ചെയ്യുന്നു. അത് നിന്നിരുന്ന സ്ഥലവും അജ്ഞാതമായി തീരുന്നു. കർത്താവിനെ സ്നേഹിക്കുന്നവരുടെ മേൽ എന്തോ അനുഗ്രഹമുണ്ടായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പൊൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. മണ്ണിൽ നിന്നാദത്തെ സൃഷ്ടിച്ചവരും അയാളുടെ സന്താനങ്ങളെ ഉത്ഥാനം വഴി നവീകരിക്കുന്നവരുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവരെ നിന്റെ നാമത്തിന് സ്തുതി. എന്റെ ദിവസങ്ങൾ എത്ര പരിമിതങ്ങളാകുന്നു. എന്റെ ജീവിതം നിന്റെ മുമ്പിൽ എത്ര നിസ്സാരമാകുന്നു. എന്തുകൊണ്ടെന്നാൽ ജീവിതം നിഴൽപോലെ കടന്നു പോകുന്നു. മനുഷ്യനോ നിക്ഷേപം കൂട്ടുന്നു. അതാർക്ക് വേണ്ടിയാണ് ഞാൻ അറിയുന്നില്ല. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന് സ്തുതി. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മനുഷ്യജീവിതം പുൽക്കുടിക്ക് തുല്യമാകുന്നു. മരിച്ചുയർപ്പിക്കുന്നവനെ നിന്റെ നാമത്തിന് സ്തുതി. പ്രാർത്ഥിക്കാൻ നമുക്ക് സമാധാനം. കരുണയാൽ നിങ്ങളെ സൃഷ്ടിക്കുകയും നീതിയാൽ മരണവിധേയരാക്കുകയും ദയാധിക്യത്താൽ ഒഴിപ്പിക്കുകയും ചെയ്യുന്ന കർത്താവ്, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ നീ ആകാശത്തിന്റെയും ഭൂമിയുടെയും രാജാവും ജീവന്റെയും മരണത്തിന്റെയും നാഥനുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. നിന്റെ ദാസിയുടെ ആത്മാവിനെ സന്തോഷിപ്പിക്കണമേ. നൃപനാം മിശിഹാ കർത്താവേ, അഴലും മരണവുമില്ലാതെ ജീവൻ വിളയും രാജ്യത്തിൽ വാനവരോടെ ചിരകാലം ആനന്ദത്തോടു വാണിടുവാൻ ദാസിക്കു വരമെന്നരുളേണം. കർത്താവ് വലിയവനും സുദീർഘനുമാകുന്നു. ആദിപിതാവാമാകത്തെ സൃഷ്ടിച്ചവനാം ദൈവത്തിൽ ആശ്രയമഖിലമണയ്ക്കുന്നു. മധ്യനു ശരണം നീയല്ലോ. ലോകം വ്യക്തം സകലേശ, ഞങ്ങൾ കരുളുക നവജീവൻ. വാഗ്ദാനങ്ങളിൽ കർത്താവ് വിശ്വസ്തനാകുന്നു. വിലപിക്കരുതേ, മരണത്തിൽ പുനരുത്ഥാനം വരുമല്ലോ. അരുൾ ചെയ്തില്ലേ തിരുനാഥൻ, ദൃഢമായ വിശ്വാസം നിക്ഷേപിക്കും മനുജനു ഞാൻ അന്തിമ ദിവസം ഉയർത്തേകും. നീതിമാൻ വിജ്ഞാനം പ്രസംഗിക്കുന്നു. പൗലോസിൻ തിരുവാക്യങ്ങൾ ശാന്തി നിനക്കു പകർന്നിടും. മധ്യത പുണരുന്നു. ക്ഷയമുള്ളോരക്ഷയനാകും. മധ്യകയേവം സകലേശൻ നിതരാം നൂതനമാക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. നൃപനാം മിശിഹാ കർത്താവേ, വട്ടിപ്പാടി നമിക്കുന്നേ. വിശ്വത്തിന്റെ വിധാതാവേ, നൽകണമേ പുനരുത്ഥാനം. പരിശുദ്ധന്മാർ വാഴുമിടം ചേർക്കണമെന്നെയും അഖിലേശ. ആദ്യം മുതൽ എന്നേക്കും ആമേൻ. മഹിമയുടന്തിമ വിധിനാളിൽ കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെന്നെ നിരുത്തണമേ. നല്ല വരത്ത് വലമ്പാകെ നൽകണമേ നിത്യായുസ്സിൻ പരമോന്നതമാം പരിവേഷം. സഹോദരി, വിശുദ്ധ പൗലോസ് തെസ്സലോനിക്കർക്ക് എഴുതിയ ലേഖനം. സഹോദരി, മരിച്ചവരെ കുറിച്ച് പ്രത്യാശയില്ലാത്തവരെ പോലെ നിങ്ങൾ ദുഃഖിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ഈശോ മരണശേഷം ഉയർത്തെഴുന്നേറ്റെന്ന് നാം വിശ്വസിക്കുന്നു. അങ്ങനെ തന്നെ ദൈവം ഈശോയിൽ മരിച്ചവരെയും അവരോടുകൂടി ഉയർപ്പിക്കും. നമ്മുടെ കർത്താവ് ആഗതനാകുമ്പോൾ ജീവിച്ചിരുന്നവർ മരിച്ചവർക്ക് മുമ്പ് കടക്കുകയില്ല എന്ന് നമ്മുടെ കർത്താവിന്റെ വാക്കുകളിൽ ഞങ്ങൾ നിങ്ങളെ അറിയിക്കുന്നു.
എന്തുകൊണ്ടെന്നാൽ നമ്മുടെ കർത്താവ് അധികാരത്തോടും പ്രധാന മാലാഖയുടെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാവലത്തോടും കൂടെ സ്വർഗ്ഗത്തിൽ നിന്ന് എഴുന്നള്ളി വരും. മിശിഹായിൽ മരിച്ചവർ ആദ്യം ഉയർത്തെഴുന്നേൽക്കും. അപ്പോൾ ജീവിച്ചിരിക്കുന്നവരായ നാം കർത്താവിന്റെ എതിരേൽപ്പിനായി അവരോടുകൂടെ മേഘങ്ങളിൽ എടുക്കപ്പെടും. നാം എന്നും കർത്താവിനോട് കൂടി ആയിരിക്കുകയും ചെയ്യും. ആകയാൽ ഈ വാക്കുകൾ നിങ്ങൾ പരസ്പരം ആശ്വസിപ്പിക്കുവിൻ. നമ്മുടെ കർത്താവേ, എന്റെ രക്ഷകനായ ദൈവമേ, രാവും പകലും നിന്നോട് ഞാൻ പ്രാർത്ഥിക്കുന്നു. എന്റെ അപേക്ഷ നീ കേൾക്കണമേ. സമാധാനം നിങ്ങളോടുകൂടെ. യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. എന്റെ വചനം കേൾക്കുകയും എന്നെ അയച്ചവനെ വിശ്വസിക്കുകയും ചെയ്യുന്നവന് നിത്യജീവനുണ്ട് എന്ന് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു. അവൻ വിധിക്ക് വിധേയനാവുകയും മരണത്തിൽ നിന്നും അവൻ ജീവനിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞിരിക്കുന്നു. സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവത്തിന്റെ ശബ്ദം കേൾക്കുകയും അത് കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന സമയം അടുത്തിരിക്കുന്നു. അല്ല, അത് വന്നു കഴിഞ്ഞു. എന്തുകൊണ്ടെന്നാൽ ജീവന്റെ ഉറവിടമായ പിതാവ് തന്റെ പുത്രനെയും ജീവന്റെ ഉറവിടമാക്കിയിരിക്കുന്നു. മനുഷ്യപുത്രനായതുകൊണ്ട് വിധികർത്താവാകുവാനുള്ള അധികാരവും അവനെ കൊടുത്തിരിക്കുന്നു. നിങ്ങൾ ഇതിൽ വിസ്മയിക്കേണ്ട. എന്തുകൊണ്ടെന്നാൽ കല്ലറയിലുള്ളവർ അവന്റെ ശബ്ദം കേൾക്കുന്ന സമയം വരുന്നു. അപ്പോൾ നന്മ ചെയ്തവർ ജീവന്റെ ഉയർപ്പിനും തിന്മ ചെയ്തവർ വിധിയുടെ ഉയർപ്പിനുമായി പുറത്തു വരും. നമുക്കെല്ലാവർക്കും കർത്താവ് ഭക്തിയോട് കൂടെ വന്ന് കർത്താവേ ആത്മാവിനോട് കരുണ തോന്നണമേ എന്ന് പ്രാർത്ഥിക്കാം. അനന്തമായ സ്നേഹത്താൽ ഞങ്ങളെ സൃഷ്ടിക്കുകയും അതുല്യമായ കൃപയാൽ ഞങ്ങളെ രക്ഷിക്കുകയും ചെയ്ത മിശിഹായെ, നിന്റെ കൽപ്പനയാൽ ഈ ലോകം വിട്ടു പുറപ്പെടുന്ന ഈ ആത്മാവിനെ നിത്യാന്ത തുറമുഖത്ത് സുരക്ഷിതമായി എത്തിക്കുവാൻ നിന്റെ പരിശുദ്ധ ദൂതന്മാരെ നിയോഗിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നിന്റെ അമൂല്യമായ രക്തം ചിന്തി രക്ഷിച്ച ഈ ആത്മാവിന്റെ അപരാധങ്ങളും കടങ്ങളും ക്ഷമിക്കണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. തിരുവുദ്ധാനം വഴിയും മനുഷ്യവർഗത്തിന് പ്രതീക്ഷയും ശരണവും പ്രദാനം ചെയ്ത മിശിഹായെ, വിധി ദിവസത്തിൽ നിന്റെ മഹത്വത്തിന്റെ പ്രഭയാൽ ഈ ആത്മാവിനെ പ്രകാശിപ്പിക്കുകയും സ്വർഗ്ഗരാജ്യത്തിന് അവകാശിയാക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദുഃഖത്തിനെ ആസ്വദിക്കാൻ വേണ്ടി ലാസന്റെ മരണത്തിൽ സ്വയം കണ്ടുവെച്ച് നിയമിശിഹായി കരയുന്നവരുടെ കണ്ണിനെ തുടയ്ക്കുകയും അവരെ ആശ്വസിപ്പിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കരുണാനിധിയും പാപങ്ങൾ പൊറുക്കുന്നതുമായ മിശിഹായി, നിന്റെ ദാസിയുടെ പാപങ്ങൾ പൊറുക്കുകയും ഇയാളുടെ കുടുംബാംഗങ്ങളെയും ചർച്ചക്കാരെയും ആശ്വസിക്കുകയും ചെയ്യണമെന്ന് നിന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ കരുണ ഞങ്ങളെ അനുഗമിക്കുകയും നിന്റെ ദയാധിക്യം ഞങ്ങളുടെ പാപങ്ങൾ മായ്ച്ചു കളയുകയും ചെയ്യട്ടെ. നിന്റെ മഹനീയമായ ത്രിത്വത്തിന്റെ അനുഗ്രഹം ഞങ്ങളെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആകാശത്തിലും ഭൂമിയിലും സ്തുത്യർഹനാകുന്നു. ഞങ്ങളുടെ ജീവന്റെ കാരണവും ആത്മാവിന്റെ പ്രത്യാശയും നീയാകുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരം വീട്ടിരുന്നു. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരം വീട്ടിരുന്നു. മരണമടഞ്ഞൊരു സോദരനെയും ചിന്തിച്ചടലിൽ നെടുവേർപ്പിട്ടു കരഞ്ഞു കരഞ്ഞ കണ്ണുകൾ താണു. അന്നൊരു ദിവസം ബെസനിയായിൽ സോദരിമാരാ മത്താമറിയം ചുടുകണ്ണീരം വീട്ടിരുന്നു. ജീവനുമയരും ഞാനാകുന്നു, കരയരുദേവം കരുണയുടന്തികമാർന്ന ഗിലേശൻ
ശാന്തി പൊഴിഞ്ഞു. അന്നൊരു ദിവസം ബേസനിയായ സോദരിമാരാ മർത്തമറിയും ചുടുകണ്ണീരും വിട്ടിരുന്നു. ഞാൻ നല്ലവണ്ണം യുദ്ധം ചെയ്തു, ഞാൻ എന്റെ ഓട്ടം പൂർത്തിയാക്കി, എന്റെ വിശ്വാസം ഞാൻ സംരക്ഷിച്ചു. അതിനാൽ നീതിയുടെ ന്യായാധിപനായ കർത്താവ് ഈ ദിവസം നീതിയുടെ മുടി എന്നെ അണിയിക്കുമാറാകട്ടെ. വിശ്വസ്തരായ ഭക്തർക്ക് വാഗ്ദാനം ചെയ്യപ്പെട്ട ധ്യാനത്തിലേക്ക് ദൈവം അങ്ങയെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. സ്നേഹമുള്ളവരെ, മൃതശരീരം വഹിച്ചുകൊണ്ട് നമ്മുടെ ദേവാലയത്തിൽ പ്രത്യേകിച്ച് COVID-19 പ്രത്യേകമായ സാഹചര്യം ഉള്ളതുകൊണ്ട് ഗവൺമെന്റും പോലീസ് അധികാരികളും ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റും പറയുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കേണ്ടതുണ്ട്. എന്റെ സഹോദരരെ, ഞാനിപ്പോൾ നിങ്ങളോട് യാത്ര പറയുന്നു. നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുവൻ. വിടവാങ്ങുന്നേ നശ്വരമുലകൾ വിടുതേ നീക്ക നൽകിയ വസതി പരിശുദ്ധന്മാ പരമാനന്ദം നുകരുമിടത്തിൽ പോകുന്നു ഞാൻ. അവയെല്ലാം കടന്നു പോകുന്നു. കഴുകിയിടുക എന്നേ നീ തങ്കത്തിരുചോരയാ, കഴുകിയിടുക എന്നേ നീ തങ്കത്തിരുചോരയാ. ക്രൂശിലെ രക്തമെൻ പാപത്തെ പോക്കി വിശുദ്ധീകരിക്കുന്നതാ, കഴുകിയിടുക എന്നേ നീ തങ്കത്തിരുചോരയാ. ചുവപ്പേറിയ പാപങ്ങൾ ഹിമം പോലെ വെളുത്തിടുമേ. എൻ കടും ചുവപ്പേറിയ പാപങ്ങൾ ഹിമം പോലെ വെളുത്തിടുമേ. പാപം പോക്കാൻ രക്ഷ നൽകാൻ കാൽവരി ക്രൂശല്ലാതൊന്നുമില്ല. പാപം പോക്കാൻ രക്ഷ നൽകാൻ കാൽവരി ക്രൂശല്ലാതൊന്നുമില്ല. കഴുകിയിടുക എന്നേ നീ തങ്കത്തിരുചോരയാ.
ജീവപുസ്തകത്തിൽ പേരെഴുതാൻ നിത്യരാജ്യത്തിലായിടുവാൻ ജീവപുസ്തകത്തിൽ പേരെഴുതാൻ നിത്യരാജ്യത്തിലായിടുവാൻ തന്നെത്താൻ താഴ്ത്തി ക്രൂശിൻ ചുവട്ടിൽ നീ ഇന്നു തന്നെ വന്നിടുക തന്നെത്താൻ താഴ്ത്തി ക്രൂശിൻ ചുവട്ടിൽ നീ ഇന്നു തന്നെ വന്നിടുക കഴുകിടുക എന്നെ നീ തങ്കത്തിരുചോരയാ കഴുകിടുക എന്നെ നീ തങ്കത്തിരുചോരയാ ക്രൂശിലെ രക്തമെൻ പാപത്തെ പോക്കി വിശുദ്ധീകരിക്കുന്നതാ കഴുകിടുക എന്നെ നീ തങ്കത്തിരുചോരയാ
എന്റെ എല്ലാ ആത്മീയമായ പുരോഹിതരെ ദൈവവചനങ്ങളാൽ എന്റെ ആത്മാവിന് പോഷണം നൽകിയ നിങ്ങളോട് ഞാൻ യാത്ര പറയുന്നു. ഞാൻ നടന്നു പോകുന്നുവെങ്കിലും എന്റെ സ്നേഹബന്ധം നിങ്ങളോട് കൂടെ ഇല്ലായിരിക്കും. സ്വർഗ്ഗരാജ്യത്തിൽ നാം ഒരുമിക്കുന്നതുവരെ നിങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. കർത്താവേ, നിന്റെ ദാസിയുടെ ആത്മാവിനെ നീതിമാന്മാരുടെ രാജ്യത്തിൽ പ്രവേശിപ്പിക്കണമേ. മനുഷ്യ നീ കുടിയാകുന്നു, കുടിയിലേക്ക് നിന്നെ മടങ്ങുന്നു നല്ല ചെയ്ത സകലത്തിന്റെയും നാഥനായ ദൈവം നിന്നെ ഉയർപ്പിന്റെ മഹത്വത്തോടും അവസാന ദിവസം തന്നെ വലതുഭാഗത്ത് നിർത്തട്ടെ. നീ സ്വീകരിച്ച വിശുദ്ധ അത്യുന്നത ദൈവത്തിന്റെ ന്യായസംഗതികൾ നിന്നെ സഹായിക്കട്ടെ. ജീവന്റെയും മരണത്തിന്റെയും നാഥൻ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മനുഷ്യ നീ പൊടിയാകുന്നു, പൊടിയിലേക്ക് തന്നെ മടങ്ങുമെന്ന് ഓർത്തുകൊള്ളുക. എന്റെ കർത്താവേ, നിന്നെ ഞാൻ പ്രവർത്തിക്കും മഹിമയുടെ അന്തിമ വിധി നാളിൽ. കർത്താവേ, നീ അണയുമ്പോൾ കരുണയോടെ എന്നെ നിർത്തണമേ. നല്ല വരത്തു വലത്താവേ. ആകാശഭൂമി നിന്റേതാകുന്നു, ആകാശഭൂമി ഭൂതലവും താവകമല്ലോ കർത്താവേ. ജീവിക്കുന്നവന ഭയം നീ നൽകണമേ മൃതനായുസ്സും. അവന്റെ സന്തോഷത്തിൽ അവർ ആനന്ദിക്കും. കർത്താവേ, ശോഭിതവും ദിവ്യശരീരവും അറിവോടെ ഉൾക്കൊണ്ടവരായി സുതരെ നിത്യവിരുന്നിൽ ചേർക്കണമേ. ജനമെല്ലാം പ്രകീർത്തിക്കട്ടെ ഞങ്ങളുടെ മധ്യ ശരീരങ്ങൾ കുത്താനം നീയേകുന്നു. നാഥാ, ഞങ്ങളുടെ ആത്മാവും രക്ഷിക്കുന്നവനല്ലോ നീ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മരിച്ചവരെ ഉയർപ്പിക്കുന്നവനും അവർക്ക് നിത്യാശ്വാസം കൊടുക്കുന്നവനുമായ കർത്താവേ, നിന്നെ ഞങ്ങൾ ആരാധിക്കുകയും പുകഴ്ത്തുകയും ചെയ്യുന്നു. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ, മിശിഹാ കർത്താവിൻ ദാസി വിധിനാളിൽ കാഹള സംഗീതം നിന്നെ വിളിക്കട്ടെ. മഗ്നമറിയമറിഞ്ഞൊരുവൻ മഹിമാദ്യുതിയോടെ. നിർമ്മലചരിതകളാം സാറായേലീശ്വ ഭക്തയോടും കൂടെ കടശീലുദ്ധാൻ നിതരാം പരിവാരങ്ങളെ കർത്താവകിലേശു. കാട്ടുകൃതി നടത്തുന്ന മാൻപടെ പോലെ കർത്താവേ, ഞാൻ നിന്നെ വിളിക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നവരെ നിന്റെ തിരുനാമത്തിൽ സ്തുതി. കാട്ടുകൃതി നടത്തുന്ന മാൻപടെ പോലെ കർത്താവേ, നിന്നെ ഞാൻ തേടി വിളിക്കുന്നു.
സജീവവും ജീവദായകവുമായ ശബ്ദത്താൽ ആശ്രമം ഉയർപ്പിച്ച കർത്താവേ, ആ ശബ്ദം അഭിനയമായ ദൈവിക ദിവസത്തിൽ നിന്റെ ദാസിയെ വിളിക്കുകയും നിന്റെ വലതുഭാഗത്ത് നിർത്തുകയും ചെയ്യട്ടെ. പാപങ്ങൾ പുറത്തുന്നവരും കരുണ നിറഞ്ഞവരും നീതിമാനുമായ കർത്താവേ, ജീവന്റെ മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ കർത്താവേ, മനുഷ്യരെ നീ കരുണാപൂർവ്വം ജീവിപ്പിക്കണമേ. ജീവിക്കുന്നവരെ ദയാപൂർവ്വം പരിപാലിക്കണമേ. ഉത്ഥാനം പ്രതീക്ഷിച്ച് മരണമടഞ്ഞവരെ മഹത്വയോടെ ഉയർപ്പിക്കണമേ. ജീവന്റെയും മരണത്തിന്റെയും നാഥനും പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരൻ സകലത്തിന്റെയും നാഥനായ ദൈവം തന്റെ നീതിമാന്മാരോടും വിശുദ്ധരോടും കൂടി ഉത്കൃഷ്ടമായ മഹനീയമായ നിത്യജീവനം നൽകി സ്വർഗരാജ്യമാകുന്ന അവസരത്തിലേക്ക് ഇയാളെ പ്രവേശിപ്പിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപെട്ടു പോയ മിശിഹായുടെ ഭൗതിക ശരീരത്തിലെ ഏകത്തെ അനുഗമിക്കുകയും ഈ മൃതസംസ്കാരത്തിൽ സഹകരിച്ച് ഇയാളെ ബഹുമാനിക്കുകയും ചെയ്ത നിങ്ങളെ എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അവിടുത്തെ കൃപ നിരന്തരം നിങ്ങളിൽ വസിക്കുകയും അവിടുത്തെ കാരുണ്യം നിത്യം നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. വഴിയേതെന്നറിഞ്ഞീല, വഴിയേതെന്നറിഞ്ഞീല, അഴൽ മൂടുന്നോരൻ ഹൃദയത്തിൽ വന്നെൻ വഴി കാട്ടേണമേ നാഥ. പറയാനുണ്ടേറെയുള്ളിൽ, നിറയാനുണ്ടേറെ നെഞ്ചിൽ, മിശിഹായേ നിന്നെ അറിയാനായി മുന്നിൽ അണയുന്നു നിത്യം നാഥ. യേശുവേ നിൻ നാമം ഞാൻ വാഴ്ത്തിടാമൾത്താരയിൽ, ആർദ്രത വഴിയുമീ സ്നിഗ്ധമനസ്സുമായി നാഥന്റെ നൈർമല്യത്തിൽ എന്നെ ഞാൻ കാഴ്ചവയ്ക്കാം. വഴിയെതെന്നറിയുന്നു, തുണയെന്തെന്നറിയുന്നു, ഈശോയേ നിന്റെ സവിധത്തിൽ സർവം പരിശുദ്ധം സത്യം നാഥ.